ബജ്ജിയാണ് തയ്യാറാക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ വാഴയ്ക്ക വെച്ച് ബജ്ജി തയ്യാറാക്കും, അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമ്മൾ വഴുതനങ്ങ വെച്ചിട്ടാണ് ഈ ബജ്ജി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ വേണം. ഞാനിപ്പോൾ ഇതേപോലത്തെ നീളത്തിലുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ച നിറത്തിലുള്ള വഴുതനങ്ങയാണ്. നമുക്ക് ഇപ്പോൾ പല കളറിലും വഴുതനങ്ങ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാം. ഇതേപോലത്തെ നീളത്തിലുള്ള വഴുതനങ്ങ ആയിരിക്കണം, അതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിത്രയും നമുക്ക് വേണ്ടി വരില്ല. ഇതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് 3ആയിട്ട് മുറിച്ചിട്ട് കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിപ്പോൾ 2ആയിട്ട് വേണമെങ്കിലും മുറിക്കാം. ഞാനിപ്പോൾ ഇതൊരു 2 പീസായിട്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 സൈഡ്സും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ഒരു തൊലി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. 2 സൈഡും ഇതേപോലെ തന്നെ ആ തൊലി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കനം കുറച്ചിട്ട് തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കണം. ഒരു വഴുതനങ്ങയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പീസസ് കിട്ടും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഈ സൈഡ്സ് നമുക്ക് വേണ്ടി വരില്ല, ഇത് വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വഴുതനങ്ങെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് വറുത്ത് പൊരിക്കാനുള്ള മാവ് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്കതിന് പകരം കോൺഫ്ലവർ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചേർത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അളവ് നമ്മൾ നോക്കിയിട്ട് ചേർക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഈ ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആട്ടോ, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ വറ്റൽമുളകൊന്ന് ചതച്ചെടുത്തതാണ്. ഇത് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാത്ത വിധം കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്, നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചേർക്കുന്നത് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച എണ്ണ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസസും ഈ മാവിലേക്ക് ഇതേപോലെ മുക്കിയെടുക്കാം. നമ്മൾ സാധാരണ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ മാവിലേക്ക് മുക്കിയിട്ടതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുത്താൽ മതി. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. വഴുതനങ്ങയ്ക്ക് അല്ലെങ്കിലും ഒരുപാട് വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വഴുതനങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഒരു വഴുതനങ്ങ തന്നെ ധാരാളമാണ്. നമുക്ക്
ഒരുപാട് പീസസ് നമുക്ക് അതിൽ നിന്നും കിട്ടും. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ശരിക്കും വഴുതനങ്ങ കഴിക്കാത്തവർ പോലും ഇത് കഴിക്കും, അത്രയും ടേസ്റ്റിയാണ്. നമുക്ക് വേറൊരു വ്യത്യാസമൊന്നും തോന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്